യെസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ നമുക്കിനി വളരെ സിമ്പിളായിട്ട് നമുക്ക് പിപ്സ് ആൻഡ് കാൽക്കുലേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് നമുക്കൊരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നതും അതേപോലെ എങ്ങനെ അത് മനസ്സിലാക്കണമെന്നും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ടഫാണ് ഒരു ബിഗിനറിന്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാണ് എന്തൊക്കെയാണ് പിപ്പറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ ഫോറക്സിൽ നമുക്കിപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫോറക്സിനകത്ത് നമ്മളിവിടെ മെയിനായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു പോയിൻ്റ് എന്ന് പറയത്തില്ല നമ്മളിപ്പം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി ഒരു എക്സാമ്പിളായിട്ട് ഇടാം. അതായത് ഇപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 10 രൂപയാണ്. 10 രൂപയിൽ നിന്ന് അത് ഒരു 11 രൂപയിലേക്ക് പോയി. അതായത് ഒരു 1 രൂപയുടെ വേരിയേഷൻ അവിടെ കൊണ്ടുവന്നു. ആ 1 രൂപ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നത്? ഇപ്പോൾ 10 നിന്ന് 11ലേക്ക് പോകുമ്പോൾ 1 രൂപയുടെ വേരിയേഷൻ, അതായത് ഒരു പോയിൻറ്റ്. അതേപോലെ ഇവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫോറക്സിൽ നമുക്ക് കറൻസി പെയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് യൂറോ USD എന്ന് പറയുമ്പോൾ നേരത്തെ ഫോറക്സിനകത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, 1.1051 എന്നൊരു വേരിയേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പിപ്പ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഈസി വേയിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിവിടെ എഴുതുന്നത് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ടു എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ വാല്യൂ ബിറ്റ്വീൻ ടു കറൻസീസ് ഈസ് കോൾഡ് എ പിപ്പ്. അതായത് ഈ രണ്ട് കറൻസികളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫോറക്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ USD കൊടുത്തിട്ടാണ് നമുക്കിപ്പം ഒരു യൂറോ മേടിക്കണമെങ്കിൽ നമ്മൾ USD ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു യൂറോ നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റിൻ്റെ കറണ്ട് പ്രൈസ് $1.1051 കൊടുത്താൽ നമുക്കൊരു യൂറോ അവിടെ റിസീവ് ആവും. അപ്പം ആ ഒരു സ്ട്രക്ചർ വേയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഡിജിറ്റ് മൂവ് ചെയ്യണത്. അങ്ങനെ നമുക്ക് പിപ്പ് എന്ന് പറയുന്നതിനെക്കാട്ടി പോയിൻ്റ് എന്ന് നിങ്ങൾ പറയാം, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 1.1051, ഇനിയിപ്പോൾ കുറച്ച് നേരം ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്ച്വേഷൻസ് കൊണ്ട് മാർക്കറ്റിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ 1.1052 ആവാം. അപ്പം നേരത്തെ 51 നിന്ന് 52ലേക്ക് പോകുമ്പം ഒരു പോയിൻറ്റ് കൂടെ കൂടി. അപ്പം നോക്കി, യൂറോ USD മൂവ്സ് ഫ്രം 1.1050 ടു 1.1051, ദാറ്റ് ഈസ് 0.0001 USD റൈസ് ഇൻ വാല്യൂ ഈസ് 1 pip. A pip is usually the last decimal place of a price code. ലാസ്റ്റ് പ്രൈസ് കോഡിനകത്ത് വരുന്ന ആ ലാസ്റ്റ് ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് പിപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു 1050 നിന്ന് 1051ലേക്ക് മൂവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 0.0001, അതായത് 0.0001, 3 സീറോയും ലാസ്റ്റ് 1, അതായത് നമുക്കൊരു 0.0001 USD ആണ് അവിടെ കൂടിയത്. അതിനിപ്പോൾ ഇവഞ്ച്വലി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് വന്നെങ്കിൽ അത് കുറയാനാണ് സാധ്യത. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിന്, ഡെസിമൽ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പിപ്പ്. അപ്പോൾ പിപ്പ് എന്ന് പറയുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈസി ആയിട്ടൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കാൽക്കുലേഷൻസ് അതും ഭയങ്കരമായിട്ട് ഈസി ആവും. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് സെക്കൻഡ് വൺ കാണാം, വാട്ട് ഈസ് പിപ്പറ്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇതുണ്ടല്ലേ, ദർ ആർ ഫോറക്സ് ബ്രോക്കേഴ്സ് ദാറ്റ് കോഡ് കറൻസി പെയേഴ്സ് ബിയോണ്ട് ദ സ്റ്റാൻഡേർഡ് 4 and 2 decimal places ടു 5 and 3. അതായത് ഇപ്പോൾ 1, 2, 3, 4ന് പകരം 1, 2, 3, 4, 5 വരുന്ന കറൻസീസും വരുന്നുണ്ട് നമുക്കിപ്പം. അപ്പോൾ ആ 5th ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ വേറെ ഡൗട്ടിലൊന്നും വെക്കേണ്ട, നമുക്കിപ്പോൾ 1, 2, 3, 4 ഉള്ളിടത്ത്, ഇവിടെ 1 ഉള്ളിടത്ത് നമുക്കൊരു 0 എന്നും കൂടി ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഫോർ ഇൻസ്റ്റൻസ് ഇഫ് GBP USD മൂവ്സ് 1.30542 ടു 1.30543, അതായത് 0.000, ഇവിടെ കണ്ടില്ലേ 4 0 ആണ് വരുന്നത്. നേരത്തെ അവിടെ 3 0 ഉള്ളു. 1 USD മൂവ്, അതായത് ഈ ഒരു ചെറിയൊരു 2ൽ നിന്ന് 3ലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് 0.00001 USDയുടെ മൂവ്മെൻ്റ് ആണ് അവിടെ സംഭവിച്ചേക്കുന്നത് എന്നാണ് അവിടെ പറയണത്. അപ്പോൾ ആ 5th ഡിജിറ്റിനെ നമ്മൾ ഇവിടെ വിളിക്കുന്നത് പിപ്പറ്റ് എന്നാണ്. അതായത് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ, പെയേഴ്സ് ബിയോണ്ട് ദ സ്റ്റാൻഡേർഡ് 4 and 2 ഡെസിമൽ പ്ലേസസ് ടു 5 and 3. അപ്പം 4 and 2ൽ നിന്നും ഡെസിമൽ പ്ലേസസ് ഉള്ള 5 and 3 ഉള്ള ബ്രോക്കേഴ്സിനകത്ത് നമുക്ക് ദേ ആർ കോട്ടിംഗ് ഫ്രാക്ഷണൽ പിപ്സ്, ഓൾസോ കോൾഡ് പോയിൻറ്റ്സ് ഓർ പിപ്പറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഈസി നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാൽക്കുലേഷൻസ് എക്സ്ട്രാ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം 1 പിപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റായിട്ട് ചിന്തിച്ചാൽ മതി. 10 പിപ്പറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിപ്പ് മൂവ് ചെയ്തെന്നർത്ഥം. അതായത് ഒരു പിപ്പ് എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റാണ്. അപ്പോൾ അത് വളരെ ഈസിയാണ്. ഇതിപ്പോൾ ഇവിടുന്ന് 1.30543, ഇതിൽ നിന്നിപ്പം 1.30553, 10 പോയിൻ്റ് കൂടി കഴിഞ്ഞാൽ 1 പിപ്പ് മൂവ് ചെയ്തു. 10 പിപ്പറ്റ് ഈക്വൽസ് 1 പിപ്പ് എന്ന് ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും ഈസി. അതിലും ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്, 10 പോയിൻ്റ് മൂവ് ചെയ്തു. അതായത് ഇപ്പം 543 നിന്ന് 553, 10 പോയിൻ്റ് ഹയർ റൈസ് ചെയ്തു. അപ്പോൾ കാൽക്കുലേഷൻസിന് നമുക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് മെയിൻലി
പിപ്പും പിപ്പറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി തേർഡ് വൺ, അതായത് നമുക്കൊരു എൻട്രി ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് വേണ്ടത് പഠിക്കാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് സൈസ്. അതായത് ഇപ്പോൾ എനിക്ക് ബൈയും സെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈയും സെല്ലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് സെലക്ട് ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് ഫോറക്സിൽ ക്വാണ്ടിറ്റീസ് അല്ല ലോട്ട്സ് ആണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ആ രണ്ട് വേർഡ്സിൻ്റെ അർത്ഥം ഒന്ന് കേൾക്കാം. മെയിൻലി നമുക്ക് ഇപ്പം ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കിപ്പോൾ ടാറ്റ മോട്ടോഴ്സാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില വരുന്നത് 10 രൂപയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ 100 രൂപയിൽ എനിക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ 10 ഷെയർസ് മേടിക്കാൻ പറ്റും. അതായത് 10 ഷെയർ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അത് എനിക്ക് അഫോർഡബിൾ, എൻ്റെ പൈസയിൽ എനിക്ക് പറ്റുന്ന നമുക്ക് 10 ഷെയർസ് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 10 ക്വാണ്ടിറ്റീസ് മേടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷേ ഫോറക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഷെയർസോ ക്വാണ്ടിറ്റീസോ അല്ല. ഈ ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ലോട്ടിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ്. ഇവിടെ കാണാൻ പറ്റും. ഫോറക്സ് ഈസ് കോമൺലി ട്രേഡഡ് ഇൻ സ്പെസിഫിക് എമൗണ്ട്സ് കോൾഡ് ലോട്ട്സ് ഓർ ബേസിക്കലി ദ നമ്പർ ഓഫ് കറൻസീസ്. ഈ കറൻസി യൂണിറ്റ്സ് യു വിൽ ബൈ ഓർ സെൽ. എ ലോട്ട് ഈസ് എ യൂണിറ്റ് മെഷറിംഗ് എ ട്രാൻസാക്ഷൻ എമൗണ്ട്. വെൻ യു പ്ലേസ് ഓർഡേഴ്സ് ഓൺ യുവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഓർഡേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ സൈസസ് കോട്ടഡ് ഇൻ ലോട്ട്സ്. ഈ സൈസസ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, ഇപ്പോൾ 1 ലോട്ടിൽ അല്ലെങ്കിൽ 0.01 ലോട്ട്, അങ്ങനെയാണ് നമുക്കിവിടെ കാൽക്കുലേഷൻസ് വരുന്നത്. നമുക്ക് ഇപ്പോൾ പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം എനിക്കിപ്പം ഷെയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് 10 ക്വാണ്ടിറ്റി, 20 ക്വാണ്ടിറ്റി, 30 ക്വാണ്ടിറ്റി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് വരുന്നത് ഇപ്പം ഏറ്റവും ബേസിക് ലോട്ടാണ് 0.01. അതിൽ നിന്ന് നമുക്ക് 0.02, പിന്നെ 0.05, 0.09, അത് കഴിഞ്ഞിട്ട് 0.10, പിന്നെ 0.11, 0.12, 13 അങ്ങനെ പോയിട്ട് 0.99 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1.00 വരും. അപ്പോൾ ആ പറയുന്ന 1.00 എന്ന് പറഞ്ഞ ലോട്ട് സൈസിൻ്റെ അകത്ത് 1 lakh യൂണിറ്റ്സ് ഉണ്ടാവും, 1,00,000 യൂണിറ്റ്സ് ഉണ്ടാവും. അത് പല ബ്രോക്കേഴ്സിനും പല ഡേറ്റാസുകൾ വരാം. അപ്പോൾ ബേസിക് കാൽക്കുലേഷൻസ് ആണ് ഞാൻ പറയണത്. അതായത് ഒരു സാധനത്തിനകത്ത് ലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ലോട്ടിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് വരുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോട്ട്. ഇവിടെ നമ്മൾ ഫോറക്സിൽ എല്ലാ എലമെൻറ്റ്സും ട്രേഡ് ചെയ്യണത് ലോട്ട് വൈസ് ആണ്. അപ്പോൾ നമുക്ക് പല ലോട്ട് സൈസസ് ഉണ്ട്, ലോട്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പോൾ 0.01 ആണ് ഏറ്റവും മിനിമം ലോട്ട് വരുന്നത്. അത് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ട്രേഡ് ഐഡിയാസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ലോട്ട് സൈസിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലോട്ട് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, മനസ്സിലായി. ലോട്ട് സൈസ് എന്നല്ല, ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത് ഷെയർസിലോ ക്വാണ്ടിറ്റീസിലോ അല്ല, നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ചേർന്ന് വിളിക്കുന്ന പേരാണ് ലോട്ട്. അപ്പോൾ ഫോറക്സ് ട്രേഡ് ആവുന്ന ലോട്ടിലാണ് നമുക്കതിൻ്റെ ഏറ്റവും ബേസിക് ചെറിയ ലോട്ട് വരുന്നത് 0.01 ആണ്. പിന്നെ അത് അങ്ങോട്ട് ഫർദർ എത്ര വേണമെങ്കിലും നമുക്കിടാം. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമുക്ക് ലോട്ട് സൈസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 0.01, 0.03 ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാൽക്കുലേഷൻ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ് ഇൻ പിപ്പറ്റ്. അതായത് ഞാനിപ്പോൾ ഒരു $100 റിസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1.10 അത് നമുക്ക് പ്രോപ്പർലി കാൽക്കുലേറ്ററിൽ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ $100 റിസ്ക് ചെയ്യുന്നത്. എൻ്റെ റിസ്ക് എമൗണ്ട് ഞാൻ $100 വെക്കാൻ പോകുന്നു. എനിക്ക് ലോട്ട് സൈസ്, അതായത് എനിക്കിപ്പോൾ ആപ്റ്റായിട്ട് എങ്ങനെയാണ് എൻ്റെ ലോട്ട് സൈസ് കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ലോട്ട് സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ ഈ കാൽക്കുലേഷൻ ത്രൂ പറയാൻ പോകുന്നത്. മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു $100 റിസ്ക് ചെയ്യുമ്പോൾ അതാണ് ഇവിടെ കൊടുക്കുന്ന റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ്. അതായത് സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും ചിന്തിക്കുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു 1.1051. ഇതാണ് ഇപ്പം EUR/USD എന്ന് പറഞ്ഞ ഒരു കറൻസി പെയറിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ കറണ്ട് പ്രൈസിൽ നിന്ന് ഒരു ബൈ ആണ് നോക്കാൻ പോണത്. അപ്പോൾ സെല്ല് നോക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു സെല്ല് വേണം നമുക്ക്, സോറി നമ്മളൊരു ബൈ നോക്കുന്നു. ആ ബൈക്ക് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വേണം. അതായത് ഒരു നിശ്ചിത ഏരിയ കഴിഞ്ഞു പോയാൽ അതിൽ മുകളിൽ ലോസ് എനിക്ക് വരുത്താൻ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് എനിക്ക് മാർക്കറ്റിൽ എൻ്റെ ട്രേഡ് സ്റ്റോപ്പ് ആവണം, അവിടെ ഞാൻ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവണം. അതിൻ്റെ പേരാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടം വരെയുള്ള നമ്മൾ എൻട്രി പോയിന്റിൽ നിന്നും നമ്മളെ സ്റ്റോപ്പ് ലോസ് വരെയുള്ള ഒരു ദൂരം, ആ ദൂരത്തിൻ്റെ എത്രയാണോ കൗണ്ട്, ആ കൗണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്പറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ് ഇൻ പിപ്പറ്റ് അല്ലെങ്കിൽ പോയിന്റ് എന്നിവിടെ പറയണത്. അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ്. അപ്പോൾ ഞാൻ SL ഇടാൻ പ്ലാൻ ചെയ്യണത് 1.10401 വെച്ചോ. അതായത് ഞാനിപ്പോൾ SL ഇടാൻ 1.10401 ഈ ഒരു ലെവലിലാണ് ഞാൻ SL ഇടാൻ പ്ലാൻ ചെയ്തതെങ്കിൽ നമുക്കറിയാം നേരത്തെ 501 ആയിരുന്നു, ഇപ്പോൾ 401 ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ വേരിയേഷൻ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പോയിൻ്റാണ്.
100 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇനി അതല്ല കാൽക്കുലേഷൻ വൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 100 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 10 പിപ്പാണ്, ഡിവൈഡഡ് ബൈ 10 കൊടുത്താൽ മതി. അതൊന്നും വേണം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ റിസ്ക് ചെയ്യുന്നത് എത്രയാണ്? $100 ആണ് റിസ്ക് ചെയ്യണത്, ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ് ഇൻ പിപ്പറ്റ്. അപ്പോൾ എത്ര ഡിവൈഡഡ് ബൈ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് എത്ര വരും? 1. നമുക്കിവിടെ ആപ്റ്റായിട്ട് ഇപ്പോൾ ഇടാൻ പറ്റുന്ന റിസ്ക് 1.00 എന്നുള്ള ലോട്ട് സൈസാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ലോട്ട് സൈസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ട്രേഡിലേക്ക് വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം മൈൻഡിൽ വെക്കുക. അപ്പോൾ ലോട്ട് സൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ഫോർമുലയാണ് റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ് ഇൻ പിപ്പറ്റ്, അല്ലെങ്കിൽ പോയിന്റ്. അതാണ് സിമ്പിൾ. ലാസ്റ്റ് വൺ, നമുക്ക് ഒരു ബേസിക്സിലേക്ക് വരുമ്പോൾ കവർ ചെയ്ത് എല്ലാ കാര്യങ്ങളും എത്തിയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ലിവറേജ്. ലിവറേജ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളൊരു ടോപ്പിക്കാണ്, അതേപോലെ തന്നെ ദ മോസ്റ്റ് പവർഫുൾ ടോപ്പിക്. നമ്മൾ ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു അപ്ഗ്രഡേഷൻ വരാതെ നമ്മളിങ്ങനെ ബോറിംഗ് ലാഗിൽ പൊയ്ക്കൊണ്ടിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്കിത് പ്രോപ്പർലി യൂസ് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തി ഇത് മിസ്യൂസ് ചെയ്യും. മിസ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള സംഭവത്തിലേക്ക് എത്താൻ വളരെ പാടായിരിക്കും. അപ്പോൾ ലിവറേജ് ഇൻ ട്രേഡിംഗ് ഈസ് എ ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി ദാറ്റ് അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു കൺട്രോൾ എ ലാർജ് ഹൈ വാല്യൂ പൊസിഷൻ വിത്ത് എ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് ദെയർ ഓൺ ക്യാപിറ്റൽ. വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇപ്പോൾ $10 ആണെങ്കിൽ ബ്രോക്കേഴ്സ് നമുക്ക് പൈസ ലെൻഡ് ചെയ്യും, അതായത് നമുക്ക് കടം തരും. നമുക്ക് ഫിസിക്കലി കടം തരുമല്ല, അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇപ്പം ലൈക്ക് ടു ഇൻക്രീസ് അവർ ഗ്രീഡ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനെ യൂസ് ചെയ്യാനും പറ്റും നമ്മളെ സ്കില്ല് വെച്ച്. മെയിൻലി നമ്മളെ ഗ്രീഡ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് ബിഗിനേഴ്സൊക്കെ ചെന്ന് ട്രാപ്പ് ആവണത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വാഷ് ഔട്ട് ആവുന്ന റീസൺസും ഇതുകൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ എനിക്കൊരു $10 അക്കൗണ്ടിൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തത്, അതായത് നമുക്കിപ്പോൾ ഒരു എൻ്റെ കയ്യിലുള്ളൊരു ക്യാപിറ്റലിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ 200 ഇരട്ടിയോ 500 ഇരട്ടിയോ നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം. അതാണ് ഈ ലിവറേജ് കൊണ്ട് അവർ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 10:1, അതായത് 1:10 ആണ് നമ്മൾ പറയുന്നത്. 1:10 ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് $1,000 യു യൂസ്ഡ് 1:10 ലിവറേജ് ടു കൺട്രോൾ എ $10,000 പൊസിഷൻ. കണ്ടില്ലേ? $1,000 ആണ് എൻ്റെ അക്കൗണ്ട് ക്യാപിറ്റൽ എങ്കിൽ എനിക്ക് അതിൽ മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ക്വാണ്ടിറ്റിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ $10,000 വർത്തായിട്ടുള്ള ട്രേഡ് എനിക്ക് അതിലെടുക്കാം. അപ്പോൾ ചിന്തിക്കണം, ഓക്കെ നമുക്കിപ്പോൾ പ്രോപ്പർ സ്കില്ലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറേജ് യൂസ് ചെയ്യാം. നമ്മളത് റിസ്ക് മാനേജ് ചെയ്യാൻ നമുക്കറിയാം. നമ്മളത് യൂസ് ചെയ്ത് നമ്മളതിനെ യൂസ് ചെയ്ത് ബെനഫിഷ്യൽ ആക്കാൻ നോക്കും. പക്ഷേ ഇത് അറിയാത്തൊരു വ്യക്തിക്ക് ആദ്യമേ മൈൻഡിൽ വരുന്ന ഗ്രീഡാണ്. ഇപ്പോൾ $1,000 കൊടുത്ത് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ $50 കൂടി. അപ്പോൾ എനിക്ക് $50 എൻ്റെ റവന്യൂ കിട്ടുന്നത്. $1,000 വെച്ച് യൂസ് ചെയ്ത് $1,000 വെച്ച് മേടിച്ചാൽ. പക്ഷേ ഇവിടെ അതേ സ്ഥാനത്ത് പറയുവാണ് $1,000 നിങ്ങളുടെ കയ്യിലുള്ളൂ. ഓക്കെ, ചിലപ്പോൾ $50 കൂടാം, $50 കുറയാം. അപ്പം അങ്ങനെ ഒരു ചാൻസ് വരുന്നതാണ് നമ്മൾ ബൈയിങ് സെല്ലിങ് ചെയ്യണത്. അത് വെച്ചിട്ട് ഇവർ പറയും ഓക്കെ ഞങ്ങളൊരു 10x കൂടെ തരാം, നിങ്ങൾ പൈസ ഇടണ്ട, ഞങ്ങൾ തരാം. അതായത് $10,000 വർത്തായിട്ടുള്ള സാധനം നിങ്ങൾക്ക് മേടിക്കാം. ഇപ്പോൾ നമുക്ക് $10,000 എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ എൻ്റെ കയ്യിൽ $1,000 ഉള്ളൂ, പക്ഷേ എനിക്ക് $10,000 മേടിക്കാം. അപ്പോൾ നമുക്കിത് പറയുവാണ് $10,000 മേടിച്ചാൽ നേരത്തെ മൂവ് ചെയ്ത $50 നിങ്ങൾ 1000 കൊടുത്ത് 1000 ചേഞ്ച് നിങ്ങൾക്ക് $50 പ്രോഫിറ്റ് കിട്ടി. ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾ 10x ലിവറേജ് ഞങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $10,000 വർത്തുള്ള സാധനം മേടിക്കാം. അതായത് ഇനി $50 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $500 കിട്ടും പ്രോഫിറ്റ്. അപ്പോൾ ചിന്തിക്കണം, നമ്മളെ $1,000 അക്കൗണ്ടാണ്, നേരത്തെ നമുക്ക് 50 കിട്ടി, ലിവറേജ് ഇല്ലായിരുന്നു. ഇപ്പോൾ ലിവറേജ് തരുവാണ്, ആ സെയിം 1000 അക്കൗണ്ടിൽ ലിവറേജും കൂടെ ആഡ് ആയപ്പം നമ്മുടെ ലോസും പ്രോഫിറ്റും കൂടും. ഇപ്പോൾ പ്രോപ്പർലി നമുക്കൊരു $50 കിട്ടുന്നിടത്ത് നമുക്കവിടെ $500 പ്രോഫിറ്റ് കിട്ടും. ഇനി ഒരു പക്ഷേ $50 കിട്ടുന്നിടത്ത് അത് ലോസിലേക്ക് എൻഡാവുന്നെങ്കിൽ നമ്മൾ $500 നെഗറ്റീവിലേക്ക് പോകും. അപ്പം അത് നമ്മൾ ചിന്തിക്കുക, പ്രോപ്പർലി ഇത് യൂസ് ചെയ്യാൻ പഠിക്കുക, അല്ലാതെ ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിവറേജിനെ പറ്റി പറയാനുള്ളത്. ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ക്യാപിറ്റലിനെ കാട്ടി 10 ഇരട്ടിയോ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ നമുക്ക് മേടിക്കാം. എസ്പെഷ്യലി ഫോറക്സിനകത്ത് ലിവറേജ് വളരെ ഹൈ ആണ് പല ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ലിവറേജ് എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം യൂസ് ചെയ്യുക. ഹയർ ലിവറേജ് എടുത്തിട്ട് ആദ്യമേ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് സക്സസ്ഫുൾ ആവാൻ നോക്കല്, യു വിൽ ഗെറ്റ് ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിനകത്ത് നമുക്ക് ഇനിയിപ്പോൾ ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ബ്രോക്കർ പ്ലാറ്റ്ഫോംസ് അത് ഇതൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലേക്ക് അറിയിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് പിപ്പ് കാൽക്കുലേഷൻസും പിന്നെ അതേപോലെ ലോട്ട് സൈസ് ലിവറേജിനൊക്കെ പറ്റി വരാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബെറ്ററായിട്ട് പുതിയ കാര്യങ്ങൾ കവർ അപ്പ് ചെയ്യാം. ഓക്കെ, സീ യു.